കഴക്കൂട്ടത്ത് 265 വോട്ടിന് വി മുരളീധരൻ ലീഡ്. അയ്യോ പറഞ്ഞു. അയ്യോ അപ്പൊ മണ്ണന്തലയിൽ മണ്ണ് വാരിയിട്ടു, മണ്ണ് വാരിയിട്ടു, കഞ്ഞി മണ്ണ് വാരിയിട്ടു മണ്ണന്തല. കഴക്കൂട്ടത്ത് ലീഡ്, കഴക്കൂട്ടത്ത് ലീഡ്. വി മുരളീധരൻ പിടിച്ചിരിക്കുന്ന വോട്ടുകൾ 44,000. അവസാന റൗണ്ട് എന്ത് മനസ്സിലായോന്നും വി മുരളീധരൻ. വി മുരളീധരൻ ലീഡ് മാത്രമല്ല ആ മൈക്കോട് ക്യാമറ അവിടെ ക്യാമറ ആ മൈക്കിന് ഓഡിയോ ഇല്ലായിരുന്നു. ഞാൻ കേട്ടില്ലായിരുന്നു എന്തോ പറഞ്ഞേ. ആഹാ, അത് കേൾക്കാതാണ് ഇത്ര നേരം എന്നെ വിമർശിച്ചത്. പൊളിറ്റിക്കൽ ത്രില്ലർ. കണ്ടോ മുരളിയേട്ടൻ കയറി വരുന്നത്, കണ്ടോ മുരളിയേട്ടൻ കയറി വരുന്നതെന്ന് സുജാ പാർവതി. സൈനത്താത്ത കണ്ടോ ഞങ്ങളുടെ അശോകേട്ടനെ? ഉറപ്പാണ് വി മുരളീധരൻ മാറ്റമുണ്ടാകും. മാറാത്തത് മാറും. കഴക്കൂട്ടത്ത് മാറും. അതാ വി മുരളീധരൻ. ഇതാണ് പൊളിറ്റിക്കൽ ത്രില്ലർ. അതാണ് എണ്ണാമെങ്കിൽ എണ്ണിക്കോ. വി മുരളീധരൻ കഴക്കൂട്ടത്ത് 265 വോട്ടിന് മുന്നിൽ, 265 വോട്ടിന് മുന്നിൽ അവസാന റൗണ്ടിലേക്ക്, 18ാമത്തെ റൗണ്ടിലേക്ക് കടക്കുമ്പോൾ ലീഡ് മാറി മറിയുന്നുണ്ടെങ്കിലും അവസാന റൗണ്ടിലേക്ക് വരുമ്പോൾ ആക്കളവും അതുപോലെ തന്നെ മണ്ണന്തലയുടെ ഭാഗങ്ങളുമായതുകൊണ്ട് എനിക്ക് പ്രതീക്ഷയുണ്ട് പിന്നിൽ. പ്രതീക്ഷ വിടണ്ട സുജയ, മാറുമെന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. ഇപ്പോഴും 170 അടുത്ത നിമിഷം ജയിച്ചു വി മുരളീധരൻ. ഒരു താമര, രണ്ട് താമര, മൂന്ന് താമര. ഒരു താമര, രണ്ട് താമര, മൂന്ന് താമര. ഒരു താമര, രണ്ട് താമര, മൂന്ന് താമര. മൂന്നാമത്തെ താമര ഒരു പൊൻതാമര. അതും കടകപ്പള്ളി ശ്രീധരന്റെ കുടപ്പുള്ളി ഇട്ട് കറി വെച്ച് വി മുരളീധരൻ. കടകപ്പള്ളി വീണു. കടകംപള്ളി എന്ന വൻമരം വീണു. കഴക്കൂട്ടത്ത് കടകംപള്ളി എന്ന വൻമരം വീണു. ഈ മുരളീധരൻ എന്ന വൻമരം. വാക്കുകൾ കിട്ടുന്നില്ല പിന്നിൽ, വാക്കുകൾ കിട്ടുന്നില്ല. അപ്പൊ വി മുരളീധരൻ ജയിച്ചു. ആദ്യമായിട്ടാ എന്റെ നാടകത്തിന്റെ അവസാനം കൈയടി കിട്ടുന്നത്. മൂന്ന് സീറ്റ് ഒന്ന് പൂട്ടുമെന്ന് താമര, കഴക്കൂട്ടത്തെ താമര, ചാത്തന്നൂരിലെ താമര. നേമത്തെ താമര, കഴക്കൂട്ടത്തെ താമര, ചാത്തന്നൂരിലെ താമര. എണ്ണാമെങ്കിൽ എണ്ണിക്കോ പിന്നിലെ 3 താമര. മാത്രമല്ല എല്ലാം അടുത്തടുത്ത മണ്ഡലമായതുകൊണ്ട് ഒരു താമരക്കുളം പോലെ ഷേപ്പും ഉണ്ട്.